നമ്മള് കുറെ ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു, നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടാണ്. അത് ഹാപ്പി നോട്ടിൽ പോയ കാരണം കൊണ്ട് ആ ഫോം ഒരു ഇത്തിരി കുറഞ്ഞു കിട്ടി. ഇല്ല 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 എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് നേരെ ഞാൻ ഓടുന്നതാണ്. വടിവാളും തോക്കൊന്നുമില്ലാതെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ കോളേജ് പഠിച്ച സമയത്ത് എൻ്റെ കോളേജ് ഉണ്ടായിരുന്ന കുറേ ഇവന്റുകൾ, സ്പോർട്സിന്റെ കോളേജിൽ നടന്ന കുറേ ഇവന്റുകൾ, ബേസിന്റെ കോളേജിൽ നടന്ന കുറേ സംഭവങ്ങൾ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ആലോചിച്ചതാണ്. അത് പ്രോപ്പർ തിയേറ്ററിൽ ആഘോഷമാക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആലോചിച്ചു. നമ്മൾ ഒരു 10-16 വർഷമായിട്ട് കുറെ സിനിമകൾ ചെയ്തു, പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരുപാട് പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പാട്ടുകളെക്കാളും ശ്രദ്ധിക്കപ്പെട്ടത് ഒരു ഓട്ടം ആണെന്ന് കാണുമ്പോൾ അതിന്റെ ഒരു ഭയങ്കര ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി അത് അതിന്റെ ഒരു റൈറ്റിങ്ങിന്റെ ഒരു ബ്രില്യൻസും അതിന്റെ എഡിറ്റിങ്ങിന്റെ ഒരു ബ്രില്യൻസും പിന്നെ അവിടെ ആ മ്യൂസിക്കിൽ വരുന്ന സ്വിച്ചും ഒരുപാട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ആ ഒരു സീൻ. കാരണം ഞാൻ അവിടെ ഇല്ല 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 എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് നേരെ ഞാൻ ഓടുന്നതാണ്. അപ്പൊ അത് ഇവരുടെ ഒക്കെ ഒരു വലിയൊരു കൈ ഉണ്ടതില്ല. ഞാൻ ഒറ്റയ്ക്കായിട്ട് ഞാൻ അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇല്ല ഇല്ല എന്ന് പറയുന്നു, ഞാൻ ഓടുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ അതിനകത്ത് ചെയ്യുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഇപ്പം പ്രസന്റ് അല്ലാത്ത ആളുകളുണ്ട്. ഇപ്പം വിഷ്ണു ഉണ്ട്, ചമനുണ്ട്, വിനീതുണ്ട്, ബേസിയുണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ വേറെ ഒരുപാട് പേര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട്. അപ്പം ഈ സക്സസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ എങ്കിലും ഇത് നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാനുള്ള ഒരു മൊമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ ഒരു റോൾ എനിക്ക് തന്ന ഞാൻ ഇവനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം ഇവിടുന്നാണ് എനിക്ക് മനസ്സിലായത് പോൾസൺ ആണ് അതിന്റെ പിന്നിൽ നിന്ന്. അപ്പൊ പോൾസൺ ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്നെ തന്നെ കണ്ടങ്ങനെ ഇങ്ങനെ ഗൂസ്ബംസ് വരാറില്ല. അല്ല ഇത് അത് എനിക്ക് ഈ പാട്ട് എനിക്ക് ആദ്യമായിട്ട് ഒരു ഇതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾപ്പിച്ചു തന്നപ്പോ തന്നെ അതൊരു ഗൂസ്ബം ഐറ്റം അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സിനിമയുടെ റിലീസിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതെനിക്കും പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര ഫോമോ ഉണ്ടായിരുന്നു. കാര്യം ഇവരുടെ കൂടെ ഇരുന്നിട്ട് തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി കുറെ ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു, നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടാണ്. അത് ഹാപ്പി നോട്ടിൽ പോയ കാരണം കൊണ്ട് ആ ഫോം ഒരു ഇത്തിരി കുറഞ്ഞു കിട്ടി. പക്ഷെ എന്നാലും ഞാൻ അവിടെ ഉള്ള സമയത്തും ഞാൻ വിളിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. റിലീസിന്റെ അന്ന് തന്നെ ഞാൻ ആ സമയത്ത് ഞാനും ഭാര്യയും മക്കളും കൂടിയിട്ട് വിയന്നയിൽ ഒരു തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അതും നല്ലൊരു പാക്ഡ് തിയേറ്റർ ആയിരുന്നു. മുഴുവൻ മലയാളികൾ തന്നെയായിരുന്നു അവിടെ. അപ്പോൾ അവിടെയും ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ആ ഒരു ഇവിടെ നിന്ന് കിട്ടാത്ത ആ ഒരു സ്നേഹവും അപ്രിസിയേഷനും അവിടെ നിന്ന് കിട്ടി. അതൊരു വലിയ സന്തോഷം. അതല്ലാതെ കുറെ പേര് മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ അപ്രിഷിയേറ്റ് ചെയ്തു. ഞാൻ കോളേജ് പഠിച്ച സമയത്ത് എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്ന കുറേ ഇവന്റുകൾ, സ്പോർട്സിന്റെ കോളേജിൽ നടന്ന കുറേ ഇവന്റുകൾ, ബേസിന്റെ കോളേജിൽ നടന്ന കുറേ സംഭവങ്ങൾ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ആലോചിച്ചതാണ്. അത് പ്രോപ്പർ തിയേറ്ററിൽ ആഘോഷമാക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആലോചിച്ചു. അത് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് അറിയുന്നു. ഒരുപാട് പേര് മെൻഷനിങ് വന്നിട്ടുണ്ട്. ഒരുപാട് കോളേജ് ലൈഫ് മിസ് ചെയ്ത പോലെ തോന്നുന്നു. 2-3 വട്ടം കാണുന്നവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് വിളിക്കാറുണ്ട് കോളേജിനെ കുറിച്ച്. കോളേജിൽ അവർ ഫെസ്റ്റ് നടത്തിയ സമയത്ത് അവർക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ബേസിൽ ഇവിടെ എത്തിയിട്ടില്ല. ടോയിയുണ്ട്, ശ്രീകുട്ടൻ വെള്ളയാണി കൂടെ ഉണ്ട്. ശ്രീകുട്ടൻ വെള്ളയാണിയെ കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയിൽ വടി എന്ന് പറയുന്ന കുട്ടൻ്റെ കൂടെയുള്ള അയാളുടെ വീട്ടിൻ്റെ അടുത്ത് ശരിക്കും ഒരു പാട്ട് പാടുന്ന എന്നാൽ കുറച്ച് അടി പിടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളുണ്ട്. പുള്ളി നന്നായിട്ട് പാടും. സ്റ്റേജിൽ ആരെങ്കിലും കൂവുകയാണെങ്കിൽ പുള്ളി നോക്കി വെച്ചിട്ട് പോയി. അപ്പോൾ ഒരുപാട് ആൾക്കാർ, കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ചെയ്തൊരു സിനിമയാണ്. ഒരുപാട് ഈ പറയുന്ന പോലെ എല്ലാവരും വളരെ സന്തോഷത്തിലുണ്ടായിരുന്ന ഒരു സെറ്റുമായിരുന്നു. ലൊക്കേഷനിൽ തന്നെ ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ ഫണ്ണായിട്ട് തന്നെ കാര്യങ്ങൾ ഒരു ഗിവ് ആൻഡ് ടേക്കിലൂടെ സീൻസ് പ്രോഗ്രസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അതിനെ എലിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാടൊക്കെ പറ്റിയത് അതുകൊണ്ടാണ്. സോ ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് എ ടീം എഫേർട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഒരുപാട് ആളുകൾ ഇതിനെ സ്വീകരിച്ചതിലും ഇപ്പോഴും പഠനം സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് നന്ദി. എനിക്ക് തോന്നുന്നു നന്നായിട്ട് ആളുകൾ റെസ്പോണ്ട് ചെയ്തത്. കാരണം വടിവാളും തോക്കൊന്നും ഇല്ലാതെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് സോഫാർ ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക്
കിട്ടിയേക്കുന്ന ഒരു സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് നറേഷൻ ഇവര് തന്നെയാണ്. അപ്പൊ എനിക്ക് ആദ്യം ഈ കഥാപാത്രം എന്താണെന്നും അല്ലെങ്കിൽ ഈ കഥാപാത്രം എങ്ങനെ ചെയ്യണം എന്നുള്ള സംഭവത്തേക്കായി കൂടുതൽ ഹോൾ പാക്കേജ് കേൾക്കുമ്പോൾ ഇതിൽ എന്താണെങ്കിലും വിളിച്ചോളൂ, നമുക്ക് വർക്ക് ചെയ്യാം എന്ന് തോന്നുന്ന ഇതായിരുന്നു. പിന്നെ ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു വർക്ക് ചെയ്യാൻ. എൻ്റെ കഥാപാത്രം അഭിനേതാവ് ഭയങ്കര കരയാണെങ്കിലും പുറത്ത് ഭയങ്കര ഫണ്ണായിരുന്നു. ഫിലിമും എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എസ്പെഷ്യലി ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എനിക്ക് ഷാനിക്ക